തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ ചോദ്യാവലിയുമായി CPIM റിപ്പോർട്ട് തയ്യാറാക്കാൻ ലോക്കൽ കമ്മിറ്റികൾക്ക് 34 നിർദ്ദേശം നൽകി. ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം ഒപ്പം നിന്നു, ക്ഷേമ പെൻഷൻ വാങ്ങിയവരുടെ യോഗം വിളിച്ചോ തുടങ്ങിയതാണ് ചോദ്യങ്ങൾ. സംഘടനാ കാര്യങ്ങൾ പരിശോധിക്കേണ്ട എന്നും നിർദ്ദേശമുണ്ട്. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഈ ജില്ലാതലത്തിൽ കമ്മിറ്റികളിലൊക്കെ വലിയ തരത്തിലുള്ള വിമർശനം, സ്വയം വിമർശനം, ആത്മവിമർശനം ഒക്കെ ഉയർന്നു. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം എന്നുള്ളത്? ഇപ്പോൾ ഈ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് മുന്നിലേക്കാണ്. എങ്ങനെയാണ് നീക്കങ്ങൾ? സ്വാതി, ലോക്കൽ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം, അതെങ്ങനെ വേണം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സർക്കുലറാണ് CPM നൽകിയിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ 34 ചോദ്യങ്ങളുണ്ട്. അതേസമയത്ത് സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് ശ്രദ്ധേയം. അതിന് പ്രത്യേക യോഗം വിളിക്കുന്നുണ്ട് ബ്രാഞ്ച് തൊട്ട്. അവിടെയായിരിക്കും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത്. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തോൽവി, അത് ലഭിച്ച വോട്ടുകൾ, നഷ്ടപ്പെട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള കണക്കുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകാനുള്ളതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ച വോട്ട്, അതായത് ലോക്കൽ അടിസ്ഥാനത്തിൽ ലോക്കൽ കമ്മിറ്റികൾ അത് ശേഖരിച്ച് നൽകണം എന്നുള്ളതാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിക്കുന്ന പ്രതീക്ഷിച്ച വോട്ടും ലഭിച്ച വോട്ടും എത്രയാണ് എന്നുള്ള കണക്കുകൾ നൽകണം. എടുത്തു പറയേണ്ടത്, ഇതിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച വോട്ടുകളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണം എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നമ്മളുടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യം വരുന്നുണ്ട്. ആശാ വർക്കർമാർ, അംഗൻവാടി, ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നോ എന്ന് ചോദിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ വിളിച്ചു ചേർത്തിട്ടുണ്ടോ, സ്ക്വാഡുകൾ പ്രവർത്തിച്ചിരുന്നോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ പ്രവർത്തനം, എത്ര സ്ക്വാഡുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ ഒപ്പം അണിചേർന്നിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കണം. പ്രത്യേക സ്ക്വാഡുകൾ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടി കണക്കുകളാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യമല്ല. അത് ബ്രാഞ്ച് തൊട്ടുള്ള യോഗങ്ങളിലായിരിക്കും ചർച്ച ചെയ്യുക. അതേസമയത്ത് പ്രതീക്ഷിച്ച വോട്ടുകൾ, അതിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ, മറ്റ് സംഘടനകൾ, പോഷക സംഘടനകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് അവരുടെ പ്രാതിനിധ്യം എത്രത്തോളമായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ റിപ്പോർട്ടിലൂടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത്. ശരി അർജുൻ.